സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി സ്പ്രേയും വായിലേക്ക് സ്പ്രേ ചെയ്യുന്ന മധുരലഹരി യുപി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഉപയോഗിക്കുകയാണ്. 20 മില്ലിയുടെ ഒരു ബോട്ടിൽ ഒരുമിച്ച് കഴിച്ചാൽ തലവേദനയും ശാരീരിക ക്ഷീണവും ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ തുറന്നു സമ്മതിച്ചു. ഈ മധുരലഹരിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടികൾ. 20 മില്ലിയുടെ ചെറിയ സ്പ്രേ കുപ്പികൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. ആപ്പിൾ, സ്ട്രോബെറി, ഓറഞ്ച്, മുന്തിരി എന്നിവയുടെ രുചിയിലാണ് സ്പ്രേ. വാറ്റുചാരായത്തിന്റെ മണമുള്ള ഈ സ്പ്രേ ലഹരിയാണെന്നറിഞ്ഞല്ല കുട്ടികൾ ഉപയോഗിക്കുന്നത്. കഴിക്കുന്തോറും വീണ്ടും വേണമെന്നുള്ള തോന്നലും ശക്തമായ തലവേദനയും ശാരീരിക ക്ഷീണവും ഉണ്ടാകുന്നുണ്ടെന്ന് കുട്ടികൾ വെളിപ്പെടുത്തി. സ്പ്രേ ചെയ്യുമ്പോൾ നാവ് ധരിക്കും. സ്ട്രോബെറി അധികം ഒരാഴ്ചയോളം ലഹരി സ്പ്രേ ഉപയോഗിച്ച കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ അവരിൽ ഉന്മേഷക്കുറവ് പ്രകടമാണെന്ന് അധ്യാപകർ പറയുന്നു. ലഹരിയിൽ കുട്ടികൾ അടിമപ്പെടുന്നതിന്റെ സൂചനകളാണിതെല്ലാമെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടി. കുട്ടിക്ക് അത് ക്രേവിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സൈക്കാട്രിയിൽ പറയാം. ശാരീരികാരോഗ്യത്തിൽ മാത്രമല്ല മാനസികാരോഗ്യത്തെയും ബാധിക്കും. വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള പെട്ടിക്കടകളാണ് ലഹരി സ്പ്രേയുടെ വിൽപ്പന കേന്ദ്രം. ബൈക്കിലെത്തുന്ന അജ്ഞാത കച്ചവടക്കാരാണ് മൊത്തവിലയ്ക്ക് സ്പ്രേ പെട്ടിക്കടകളിൽ നൽകുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ സാമൂഹ്യ നിരീക്ഷണം അനിവാര്യമായിരിക്കുന്നു. അധ്യാപകരും രക്ഷിതാക്കളും കച്ചവടക്കാരും നാട്ടുകാരും പോലീസുമെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് ലഹരിയുടെ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്കൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.